Hi all, welcome to Learnino. Key previous year questions discuss here. First question, if n is the initial number of atoms in a radioactive sample, then the number of atoms decade after 5 half-life period is. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് സാമ്പിളിലെ n ആണ് ഇനിഷ്യൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5 ഹാഫ് ലൈഫ് പീരീഡിന് ആഫ്റ്റർ നമ്പർ ഓഫ് ആറ്റംസ് ഡിക്കേഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 31/32n, ഓപ്ഷൻ ബി 15/16n, ഓപ്ഷൻ സി 7/8n, ഓപ്ഷൻ ഡി n/32, ഓപ്ഷൻ ഇ n/16. Then initial number of atoms will be n. നമുക്ക് n ആയിട്ട് എടുക്കാം. നമ്പർ ഓഫ് ആറ്റംസ് റിമൈൻ ആഫ്റ്റർ n ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു 1/2 n ആണ് എന്ന് പറഞ്ഞാൽ n ഹാഫ് ലൈഫിന് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഓഫ് ആറ്റംസ്. ദെൻ n ഇൻറ്റു 1/2, 5 ഹാഫ് ലൈഫ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ n/32 is equal to, ഇനി ഡീക്കേഡ് മൊത്തത്തിൽ നിന്ന് അത്രയും എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പം എന്നിൽ നിന്ന് n/32 മൈനസ് ചെയ്യുക, ദെൻ ക്രോസ് ചെയ്യുക 32n മൈനസ് n/32 is equal to 32 എന്നിൽ നിന്ന് ഒരു n പോയി കഴിഞ്ഞാൽ 31n, 31n ഡിവൈഡഡ് ബൈ 32. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് 31n/32 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. Second question, in a hydrogen atom, the transition of electrons from the energy level n2 is equal to infinity to n is equal to 3. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ ട്രാൻസിഷൻ n2 is equal to infinity, n is equal to 3. അങ്ങനെയാണെങ്കിൽ എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് പാഷൻ സീരീസ്, ഓപ്ഷൻ ബി ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഓഫ് പാഷൻ സീരീസ്, ഓപ്ഷൻ സി ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ബാൾമർ സീരീസ്, ഡി longest wavelength of Balmer series, and E shortest wavelength of bracket series. Then നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. In an hydrogen spectral series, N1 is the lower energy level and N2 is the higher energy level. Then ഇവിടെ പറഞ്ഞേക്കുന്ന N2 is equal to infinity, N1 is equal to 3. നേരത്തെ N അല്ല N1 ആണ് കേട്ടോ. N1 is equal to 3. If electron falls, N1 is equal to 3. N1 3 ആണെങ്കിൽ ലൈമൺ ബാൾമർ പാഷൻ സീരീസ് ആണ്. നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം അനുസരിച്ച് ലൈമൺ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. അപ്പോൾ അത് n1 is equal to 3 belongs to പാഷൻ സീരീസ്. സോ സ്പെക്ട്രൽ ലൈൻസ് ലാർജസ്റ്റ് എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ്. Then transition from n2 is equal to infinity give maximum energy difference in that series, so it produce shortest wavelength of the Paschen series. അപ്പോൾ ലാർജസ്റ്റ് എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ്. അപ്പോൾ n1 is equal to 3, n2 is equal to infinity എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് എനർജി ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ദ Paschen series. Okay. Next question. Semiconductors are option A having positive temperature coefficient, option B having forbidden energy gap Eg greater than 3 electron volt, option C made it to conduct more by adding impurity elements, option D placed in 6th group of elements in the periodic table, option E having electrons and ions as charge carriers. അപ്പോൾ ഈ പറഞ്ഞ 5 ഓപ്ഷനിൽ സെമി കണ്ടക്ടേഴ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ ഹാവിങ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, അത് ഇൻകറക്റ്റ് ആണ്. സെമി കണ്ടക്ടേഴ്സിന് എപ്പോഴും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് ആണുള്ളത്. കാരണം റെസിസ്റ്റൻസ് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. Then option B having forbidden energy graph Eg greater than 3 electron volt. It is also incorrect because 1 electron volt approximately Eg എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സിന് 1 electron volt ആയിരിക്കും. ഓപ്ഷൻ സി made it to conduct more by adding impurity elements. അത് കറക്റ്റ് ആണ്. കാരണം നമുക്കറിയാം ഡോപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തുകൊണ്ട് കണ്ടക്ടിവിറ്റി കൂട്ടുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. അങ്ങനെ നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും.
Option D, placed in the sixth group of elements in the periodic table. It is also incorrect. Commonly നമ്മുടെ സെമികണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് സിലിക്കൺ ജെർമേനിയം ആണ്. അത് 14 ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഓക്കെ. Then option E, having electrons and ions are charge carriers. അതും ഇൻകറക്റ്റ് ആണ്. ചാർജ് കാരിയേഴ്സ് ഇൻ സെമി കണ്ടക്ടേഴ്സ് ആർ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. അതായത് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജുമാണ്. ഇലക്ട്രോൺസും ഹോൾസുമാണ് ഇവിടുത്തെ ചാർജ് കാരിയേഴ്സ്, അല്ലാതെ അയോൺസ് അല്ല. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. മെയ്ഡ് ടു കണ്ടക്ട് മോർ ബൈ ആഡിങ് ഇമ്പ്യൂരിറ്റി എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡോപ്പിംഗ് വഴി നമ്മൾ കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ട് സെമി കണ്ടക്ടേഴ്സിലോട്ട് ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Clear? Next question. What is the mass of substance X required to prepare 250 ml of 0.5 molar aqueous solution? Molar mass of X is 40 gram per mole. അതായത് ഒരു X എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ആ സബ്സ്റ്റൻസിനെ 250 ml 0.5 മോളാർ അക്വസ് സൊല്യൂഷൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര മാസ് ഈ സബ്സ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്? മോളാർ മാസ് തന്നിട്ടുണ്ട് 40 ആണ്. സോ ഓപ്ഷൻ എ 2 gram, ഓപ്ഷൻ ബി 4 gram, ഓപ്ഷൻ സി 5 gram, ഓപ്ഷൻ ഡി 10 gram, ഓപ്ഷൻ ഇ 0.5 gram. അപ്പൊ നമുക്ക് നോക്കാം. മൊളാരിറ്റി തന്നിട്ടുണ്ട് 0.5 mol per liter. വോളിയം തന്നിട്ടുണ്ട് 250 ml. We can convert it into liter, that is 0.25 liter. മോളാർ മാസ് ആൾറെഡി ഗിവൺ 40. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഏത് ഇക്വേഷൻ ആണ് എന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി മൊളാരിറ്റി ഇൻറ്റു വോളിയം ചെയ്യാം. മൊളാരിറ്റി ഈസ് 0.5 ആൻഡ് വോളിയം ഈസ് 0.25. ദാറ്റ് ഈസ് 0.125 ആണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. മോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി മാസ് കണ്ടുപിടിക്കാം. എങ്ങനെ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ഗീവ്സ് ദ ടോട്ടൽ മാസ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു, മോളാർ മാസ് 40, ദാറ്റ് ഈസ് 5 gram. സോ ഓപ്ഷൻ സി 5 gram ഈസ് ദ ആൻസർ. അപ്പൊ മൊളാരിറ്റി തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, മോളാർ മാസ് തന്നിട്ടുണ്ട്. വേഗം തന്നെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് നോക്കിയാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 150 volt bulb emit monochromatic light of wavelength 662 nanometer. How many number of photons emitted per second by the bulb? ഒരു 150 watt ബൾബ് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് 662 വേവ് ലെങ്ത് ഉള്ള ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പെർ സെക്കൻഡ് അവിടെ എത്ര ഫോട്ടോൺസ് ആണ് എമിറ്റ് ചെയ്യുന്നത്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ലൈറ്റും തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 4 into 10 raised to 20, ഓപ്ഷൻ ബി 3 into 10 raised to 20, ഓപ്ഷൻ സി 6 into 10 raised to 20, ഓപ്ഷൻ ഡി 5 into 10 raised to 20 ആൻഡ് ഓപ്ഷൻ ഇ 1 into 10 raised to 20. അപ്പോൾ വോട്ട് തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഉണ്ട്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഉണ്ട്. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റർ പെർ സെക്കൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പവർ ഓഫ് ദ ബൾബ് P is equal to 150 volt. Wavelength lambda is equal to 662 nanometer. We can convert it into meter, that is equal to 662 into 10 raised to minus 9 meter. Energy of one photon E is equal to hc by lambda. H is the Planck's constant and c is the velocity of light and lambda is the wavelength. എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. 6.62 into 10 raised to minus 34 into 3 into 10 raised to 8 divided by 662 into 10 raised to minus 9. നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി 3 into 10 raised to minus 19 ജൂൾ ആണ് കിട്ടുന്നത്. അത് എന്താണ്? എനർജി ഓഫ് വൺ ഫോട്ടോൺ ആണ്. ഇനി നമ്പർ ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് n is equal to p by e. p is the power divided by e is the energy of one photon. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. Then 150 divided by 3 into 10 raised to minus 90, that is equal to 5 into 10 raised to 20 second inverse. Then option D 5 into 10 raised to 20 second inverse is the correct answer. Okay. Then next question. The orbital described by quantum number n is equal to 4 and L is equal to 2 is.
കോണ്ടന്റ് നമ്പേഴ്സ് അറിയാം നമുക്ക്. ഒരു ഇലക്ട്രോണിന്റെ ഐഡന്റിറ്റി ആണ് കോണ്ടന്റ് നമ്പേഴ്സ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഓർബിറ്റൽസും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ n is equal to 4 ആൻഡ് l is equal to 2 ആണെങ്കിൽ ഏത് ഓർബിറ്റൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 4s, ഓപ്ഷൻ ബി 3d, ഓപ്ഷൻ സി 2d, ഓപ്ഷൻ ഡി 4f ആൻഡ് ഓപ്ഷൻ ഇ 4d. നമുക്ക് നോക്കാം. n is equal to 4 and l is equal to 2 എന്നാണ് തന്നേക്കുന്നത്. The value of L determines the type of orbital. അപ്പോൾ L ആണെങ്കിൽ L is the azimuthal quantum number. L 0 ആണെങ്കിൽ S, L 1 ആണെങ്കിൽ P, L 2 ആണെങ്കിൽ D, L 3 ആണെങ്കിൽ F. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് L 2 ആണ്. സോ ഇത് ക്ലിയർ ആണ്, d ഓർബിറ്റൽ ആണെന്നുള്ളത്. Then n is the principal quantum number. n is equal to 4 എന്ന് പറഞ്ഞാൽ ഫോർത്ത് എനർജി ലെവൽ ആണ്. So the answer is 4d. But L is equal to 0, it is s orbital. L is equal to 1, it is p orbital. L is equal to 2, it is d orbital. And L is equal to 3, it is f orbital. So quantum number n is equal to 4 indicate fourth energy level. So the answer is 4d. Option E, 4d is the correct answer. Okay. Next question. The correct order of metallic character of the following element. Option A, sodium, magnesium, silicon, phosphorus. Option B, magnesium, sodium, silicon, phosphorus. Option C, sodium, magnesium, phosphorus, silicon. Option D, silicon, phosphorus, magnesium, sodium. Option E, phosphorus, silicon, magnesium, sodium. ഏതാണ് മെറ്റാലിക് ക്യാരക്ടറിന്റെ കറക്റ്റ് ഓർഡർ എന്ന് നോക്കാം. മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ. അപ്പൊ നമുക്ക് പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കുറയും. The element given are in group 3, period 3. Period 3യിലുള്ള എലമെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. സോഡിയം, മഗ്നീഷ്യം, സിലിക്കൺ, ഫോസ്ഫറസ്. അപ്പൊ ഇതിനകത്ത് സോഡിയം ആണ് മോസ്റ്റ് മെറ്റാലിക്. ദെൻ മഗ്നീഷ്യം ആണ് സെക്കൻഡ്. സിലിക്കൺ ഒരു മെറ്റലോയിഡ് ആണ്. ഫോസ്ഫറസ് ഒരു നോൺ മെറ്റൽ ആണ്. സോ അതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അപ്പൊ സോഡിയം ഈസ് മോസ്റ്റ് മെറ്റാലിക്. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും മെറ്റാലിക് ക്യാരക്ടർ കുറയുവാണ്. അപ്പൊ സോഡിയം ഫസ്റ്റ്, ദെൻ മഗ്നീഷ്യം, then silicon is a metalloid and phosphorus is a non-metal. So the correct order is sodium, magnesium, silicon and phosphorus. So option A is the correct answer. ഇതാണ് മെറ്റാലിക് ഓർഡറിന്റെ ഇത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു. ക്ലിയർ? അതായത് നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ അങ്ങോട്ട് ചെല്ലുന്തോറും ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് കാണുന്നത്. സോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കുറയും. Then next question. Which of the following statement is incorrect about bond order? ബോണ്ട് ഓർഡറിനെ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഇൻകറക്റ്റ്? ഓപ്ഷൻ എ, ബോണ്ട് ഓർഡർ is the number of bonds between two atoms in a molecule. Option B, isoelectronic molecules and ions have identical bond order. Option C, bond enthalpy decrease with increase in bond order. Option D, bond length decreases with increase in bond order. Option E, bond enthalpy increases with increase in bond order. അപ്പോൾ എന്താണ് ബോണ്ട് ഓർഡർ? അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്. Option A, bond order is the number of bonds between the atoms in a molecule. Bond order എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ആറ്റംസിന്റെ ഇടയ്ക്കുള്ള നമ്പർ ഓഫ് ബോണ്ട്സിനെ ഡിനോട്ട് ചെയ്യുന്നു. അത് കറക്റ്റ് ആണ്. ഇപ്പോൾ ഓക്സിജന്റെ ബോണ്ട് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ അവിടെ ഡബിൾ ബോണ്ട് ആണെന്നാണ് അർത്ഥം. അപ്പോൾ അത് കറക്റ്റ് ആണ്. ഐസോ ഇലക്ട്രോണിക് മോളിക്യൂൾസ് ആൻഡ് അയോൺസ് ഹാവ് ഐഡന്റിക്കൽ ബോണ്ട് ഓർഡർ. എന്താ ഐസോ ഇലക്ട്രോണിക് മോളിക്യൂള്? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് മോളിക്യൂൾ. അവർക്ക് എന്താണ്? ഐഡന്റിക്കൽ ബോണ്ട് ഓർഡർ തന്നെയാണ്. എക്സാമ്പിൾ N2CO. അത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. അവരുടെ ബോണ്ട് ഓർഡർ ഐഡന്റിക്കൽ ആണ്. ഓപ്ഷൻ സി, ബോണ്ട് എൻതാൽപ്പി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ബോണ്ട് ഓർഡർ. അത് ഇൻകറക്റ്റ് ആണ്. എപ്പോഴും ബോണ്ട് ഓർഡർ കൂടുന്ന സമയത്ത് ബോണ്ട് സ്ട്രെങ്ത് കൂടുകയും ബോണ്ട് എൻതാൽപ്പി കൂടുകയാണ് ചെയ്യുന്നത്, കുറയുകയല്ല. ബോണ്ട് എൻതാൽപ്പിയും കൂടുകയാണ് ചെയ്യുന്നത്. ദെൻ ബോണ്ട് ലെങ്ത് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ബോണ്ട് ഓർഡർ. അത് കറക്റ്റ് ആണ്. ഹയർ ബോണ്ട് ഓർഡർ ആണെങ്കിൽ ഷോർട്ടർ ബോണ്ട് ലെങ്ത് ആയിരിക്കും.
ഓപ്ഷൻ ഇ ബോണ്ട് എൻതാൽപ്പി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ബോണ്ട് ഓർഡർ. സ്ട്രോങ്ങർ ബോണ്ട് ആണെങ്കിൽ മോർ എനർജി വേണം ബ്രേക്ക് ചെയ്യാനായിട്ട്, അതും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ബോണ്ട് എൻതാൽപ്പി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ബോണ്ട് ഓർഡർ എന്നുള്ളത് തെറ്റാണ്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് എൻതാൽപ്പി എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുകയല്ല. സോ ഓപ്ഷൻ സി ഈസ് ദ ഇൻകറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, പക്ഷെ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. ക്ലിയർ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.